ഹായ്, എൻ്റെ പേര് പൂജ. ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. അപ്പം ഞങ്ങൾ ബസാർഡ് ഓവർസീസ് വഴിയാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന കോഴ്സ് MSc അഡൽട്ട് നഴ്സിംഗ് ആണ്. ഇത് NMC രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ കോഴ്സാണ്. അത് ഈ വർഷങ്ങൾ തൊട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിലവിൽ വന്നത്. അപ്പോഴത്തേന് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോഴ്സ് എടുക്കാൻ പറ്റിയതിലും. ഞങ്ങൾ ഇങ്ങോട്ട് UK വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കൃത്യമായിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഏജൻസിയിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുകയും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും ഇപ്പം അബ്രോഡ് എഡ്യൂക്കേഷൻ എല്ലാവരുടെയും ഒരു ഡ്രീം അല്ലേ. അപ്പം ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടുണ്ടായി, പല ഏജൻസി സമീപിച്ചു, ഒരുപാട് വേസ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റാണ് ഞങ്ങൾക്ക് ചേട്ടൻ്റെ കോൺടാക്ട് കിട്ടിയത്. അപ്പോഴത്തേന് ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ പ്രോസസ്സിങ്ങിന്റെ വിസ പ്രോസസ്സിങ്ങിനാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ആ ഒരു ജേണി, അതായത് അബ്രോഡിലെ അങ്ങോട്ടുള്ളൊരു ജേണി ഫുള്ളും ലൈക്ക് ഒരു ബുദ്ധിമുട്ടും ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ലൈക്ക് A to Z കാര്യങ്ങളും ഒരു സ്ട്രെസ്സും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല നൈസായിട്ടാണ് ചേട്ടാ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇത് മൊമെന്റ് മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പം ഈ ഒരു ഏജൻസി ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രശ്നവും കൂടാതെ തന്നെ ഇവിടെ എത്താൻ സാധിച്ചത്. കാര്യം ഇവിടെ വന്നതിൽ പിന്നെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പല കാര്യത്തിലും സ്കോളർഷിപ്പ് ആയാൽ കൂടിയും പല കുട്ടികൾക്കും കിട്ടിയിട്ടില്ലായിരുന്നു. സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലും ഞങ്ങൾ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഏജൻസി ആയിരുന്നു മുൻകൂട്ടി ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും, എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരുകയും ചെയ്തു. നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതിൽ ഉപരി നമുക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ഇങ്ങോട്ട് പറഞ്ഞു തരുമായിരുന്നു ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഏജൻസിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇവിടെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, ഇത്രയും നിങ്ങളെ ഹെൽപ്പ് ചെയ്തായിരുന്നു അല്ലേ, ഞങ്ങളുടെ ഏജൻസീസ് ഒന്നും ഇത്രയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായി. ഏജൻസിയിലെ ഒരു മെമ്പർ എന്നതിലുപരി ഒരു ബ്രദർ എന്ന നിലയിലായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നത് എല്ലാ കാര്യത്തിലും. തുടക്കം മുതൽ ഞങ്ങളുടെ വിസയുടെ പ്രോസസ്സിങ് ആയാലും എല്ലാത്തിലും. അതുപോലെ ഇപ്പം ഈ ഒരു നിമിഷം വരെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ മൊമെൻ്റ് തന്നെ നമുക്ക് റിപ്ലൈ തരികയും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു.